സൺഡേ സ്പെഷ്യൽ നമ്പറും നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റും വളരെ ഏറെ പ്രിയപ്പെട്ട ഒരാളുമാണ്. ഓക്കെ, സോ മൊത്തത്തിൽ ഒരു സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ഇൻ ദി എൻഡ് ആ സ്പെഷ്യലായ ഒരു പേഴ്സൺ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. സോ എല്ലാവരും എന്താണ് നമ്മളുടെ സൺഡേ സ്പെഷ്യൽ ഉടനീളം ഉണ്ടാവണം. ഓക്കെ, സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി മോർ ടൈം. Let's welcome our dearest Irfat sir, and he's the director of Lift to Smile as well. Irfat sir, welcome to our 222nd Sunday special, sir. Thank you so much. Thank you so much, Naima. Hey, good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening. എല്ലാവർക്കും സുഖവും Good evening, sir. സന്തോഷിക്കാണെന്ന് വിശ്വസിക്കുകയാണ്. നൈമ മിസ്സേ, ഐ തിങ്ക് നമ്മളെ ഇത് ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് FB ലൈവ് പോകാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ. നമ്മളെ പിന്നെ സഫ്രീനോടോ ഷെറിൻ സാറിനോടോ സൂചിപ്പിച്ചാൽ മതി. FB ലൈവ് പോയിക്കോളൂ. ആ ലിങ്ക് ഓൾറെഡി 100 ഹിറ്റ് ആയി. ഓക്കെ, ഫൈൻ. അപ്പോഴേ നമ്മള് ഇന്നെല്ലാരും ഒരു കാര്യം ചെയ്യാം. കംപ്ലീറ്റ്ലി നിങ്ങളുടെ മറ്റു ജോലികള്, ബാക്കി കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് സമയം സൺഡേ സ്പെഷ്യൽ സാധാരണ 1 hour ഉണ്ടാവാറുണ്ട്. ഞാനൊരു 1 hour ഒന്നും പ്രോമിസ് തരുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടലി നമ്മുടെ ഇമോഷൻ റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ചുറ്റുഭാഗങ്ങളില് പിന്നെ ഇപ്പൊ തൊട്ട് കുറച്ച് മുമ്പാണ്, ഒരാഴ്ച മുമ്പ് ഒരു അമ്മ പിന്നെ അമ്മയെ മകൻ കുത്തിക്കൊന്ന സംഭവം നടത്തിട്ടുണ്ടായി. പിന്നെ നിങ്ങൾ കേട്ടോന്നറിയില്ല, അങ്ങനെ ഒരു വാർത്ത ഇപ്പൊ അടുത്ത് നല്ലോണം ഒരു ഭയങ്കര വിഷമം നൽകുന്ന ഒരു പ്രചരണം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മളെ ഒരു സ്നേഹം എന്ന പദാർത്ഥം, ഉദാഹരണത്തിന് ഞാന് വാട്ട് ഈസ് ദിസ് എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഇതെന്താണ്? AC റിമോട്ട്. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? പെൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഓരോ പദാർത്ഥം എടുത്തിട്ട് ഇതെന്ത് എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് സ്നേഹം എന്ന ഒരു സാധനത്തെ കാണിച്ചു തരണം. എന്താണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം? എന്ത് പദാർത്ഥമാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം? പ്രകടിപ്പിക്കണം സ്നേഹം. സ്നേഹം കാണിക്കാൻ പറ്റൂലല്ലോ, പ്രകടിപ്പിക്കാനല്ല പറ്റും. യെസ്, വെരി ഗുഡ്. സ്നേഹം എന്നതൊരു പദാർത്ഥമല്ല, സ്നേഹം എന്നതൊരു പ്രകടനമാണ് എന്നുള്ളതാണ്. ആക്ച്വലി സ്നേഹം പ്രകടനമാകുമ്പോൾ ആ സ്നേഹിക്കപ്പെടാനുള്ള ആളും സ്നേഹിക്കുന്ന ആളും ഈ രണ്ട് സാധനങ്ങൾ ജോയിന്റ് എന്ന് വെച്ചാൽ സ്നേഹം എന്നുള്ളത് ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സാധനമല്ല. കാരണം ഒറ്റൊരു വ്യക്തി ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ ഇങ്ങനെ നിരന്തരമായി പ്രകടിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയപ്പെടാറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൈക്കൊന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പക്ഷെ അതേ സ്ഥാനത്ത് സ്നേഹം എന്ന വാക്ക് ഇപ്പൊ സമ്പൂർണമാവുന്നുള്ളത് അവിടെ പിന്നെ ഒരു മിനിറ്റ് കേട്ടോ. സ്നേഹം എന്ന വാക്ക് വളരെ മനോഹരവും സമ്പൂർണമാവുന്നുള്ളത് നമ്മുടെ കൂടെ ചേരുന്നവർക്കും കൂടി ആ ഇമോഷൻ ഉണ്ടാകുമ്പോഴാണ് സ്നേഹം എന്ന വാക്ക് വളരെ മനോഹരവും പ്രകടവും ആവുന്നത്. അപ്പൊ അങ്ങനെ മനോഹരവും പ്രകടവും ആവണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറയുന്ന വ്യക്തി എന്തായിരിക്കണം എന്ന് വെച്ചാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കാരണമാകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ പോയിന്റ് തന്നെ. ഓക്കെ, എവിടെ നിന്നാണ് സ്നേഹത്തിന് തുടക്കം കുറിക്കുന്നത്? അതാണ് നമ്മൾ പിന്നെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോപ്പിക് ഇന്നത്തേതിന് വെറും ഹോം എന്ന് മാത്രം നമ്മൾ അവിടെ കൊടുത്തത്. വീട് എന്നുള്ളതാണ് പിന്നെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലിന്റെ ടോപ്പിക്. വീട് എന്നുള്ളത് ഒരു 4 ചുമര് കൊണ്ട് കെട്ടി ഉണ്ടാക്കി വെച്ച ഒരു പദാർത്ഥമാണോ വീട്? ആണോ? ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഹോം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു ഫീലിംഗ് ആണ് അല്ലെ? വീട് എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു ഫീലിംഗ് ആണ്. എങ്ങനെയാണ് ഒരു വീട് ഏറ്റവും ഹാപ്പി ആക്കാൻ പറ്റുക? നോക്കൂ നിങ്ങള്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട്
വീട്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വീട് ആൻഡ് ജയിൽ? ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വീട്ടില് വീട്ടില് ഫ്രീഡം ഉണ്ട്, ജയിലില് ഫ്രീഡം ഇല്ല. വീടില് വീട് ഉള്ളിൽ നിന്ന് കൂട്ടാം, വീട്ടില് ഫ്രീഡം ഉണ്ട്, ജയിലില് ഫ്രീഡം ഇല്ല. ജയിലില് ഫ്രീഡം ഇല്ല, വീട്ടില് ഫ്രീഡം ഉണ്ട്. സാധാരണ പറയാല്ലേ വീട് ജയില് പോലെ, വീട് ജയില് പോലെ ആയിന്ന് പിന്നെ പറയാറില്ലേ? ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ. എപ്പോഴാണ് ഒരു വീട് ജയില് പോലെ ആവുന്നത്? ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വീട് ജയില് പോലെ ആവുന്നു എന്നാണ്. ആക്ച്വലി വീട് സാധാരണ ആരോ ഒരാൾ പറയുന്നത് കേട്ടോ, എന്നൊക്കെ പോയിന്റ് ഇഷ്ടപ്പെട്ടു. വീട് അകത്തുനിന്ന് പൂട്ടുന്നതാണ്, ജയില് പുറത്തുനിന്ന് പൂട്ടുന്നതാണ് എന്നുള്ളതാണ്. വീട് അകത്തുനിന്ന് പൂട്ടുന്നതാണ്, ജയിൽ പുറത്തുനിന്ന് പൂട്ടുന്നതാണ്. അപ്പൊ പുറത്തുനിന്ന് പൂട്ടലോട് കൂടിയിട്ട് വീടും ജയിലായി എന്നുള്ളതാണ് സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. ഓക്കെ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു വീട് ഏറ്റവും മനോഹരമാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് LTS ഇങ്ങനെ ഒരു സെഷൻ കൊണ്ടുവരാനുള്ള കാരണം നമ്മളെല്ലാരും ഇവിടെയുള്ള ഓരോ ഇൻഡിവിജ്വലും വീട് എന്ന ഒരു ഇമോഷനെ അല്ലെങ്കിൽ വീട് എന്ന യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരുടെ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെല്ലാവർക്കും വീടുണ്ട് എന്നുള്ളത്. എന്നാൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നല്ല, ഞാനിപ്പോ ഇവിടെ ഒരു പിന്നെ ഒരാളുടെ കുഞ്ഞു മോളെ കണ്ടു, കുഞ്ഞു വാവനെ കണ്ടു. എനിക്ക് സജന മുജീബിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്, മേ ബി. വാവനെ കണ്ടു. വാവക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് സജന പറയാം, മേ ബി അങ്ങനെയാണ് പറയാം. എന്നാൽ വാവക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. കാരണം നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും വീട് എന്ന് പറയുന്ന പദാർത്ഥത്തിന്റെ, അല്ലെ വീട് എന്ന് പറയുന്ന ഇമോഷന്റെ അകപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും വീടുണ്ട്. ആ വീടാണ് നമുക്ക് ഏറ്റവും മനോഹരവും സന്തോഷമൊക്കെ ആക്കിയിട്ട് പോവേണ്ടുന്നത്. നോക്ക് നിങ്ങള്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് അവന്റെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്, വികാരങ്ങൾ രൂപപ്പെടുന്നുള്ളത്, ഉത്തരവാദിത്തങ്ങൾ രൂപപ്പെടുന്നുള്ളത്, സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ രൂപപ്പെടുന്നുള്ളത്, റെസ്പെക്റ്റുകൾ രൂപപ്പെടുന്നത് ഒക്കെ വീട്ടിൽ നിന്നാണ്. ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു ലേഡി വീട്ടിലേക്ക് വരുന്നു. വന്നതിന് ശേഷം അവളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതമായ ഇടത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അവൻ അവിടത്തേക്ക് പോകുന്നു, സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് കൊണ്ടുവരുന്നു. വന്നതിന് ശേഷം അവള് പ്രഗ്നന്റ് ആവുന്നു. പ്രഗ്നന്റ് ആയതിനു ശേഷം കുഞ്ഞു വാവ വരികയാണ് ഒരു വീട്ടിലേക്ക്. ആദ്യത്തെ അതിഥിയായിട്ട് വാവ വരികയാണെന്ന് വിചാരിക്കുക. ഒരു കുഞ്ഞു വാവ വരലോട് കൂടിയിട്ട് ആ വീടിന്റെ സന്തോഷങ്ങളുടെ മുഖഛായകളൊക്കെ മാറുകയാണ്. ആ ഒരു ഭയങ്കര ഹാപ്പിനെസ്സിലേക്ക് പോവാണ് ചെയ്യുന്നുള്ളത്. നോക്കൂ, ഒരു വാവ വരലോട് കൂടിയിട്ട് ആ വീട് മൊത്തം ഹാപ്പിയായി, വീട് കംപ്ലീറ്റ്ലി ഹാപ്പിയായി. ഹാപ്പി ആയതിനു ശേഷം പിന്നെ നോക്കൂ നിങ്ങള്, ആ വീട്ടിന്റെ അകത്ത് നിന്നും ഈ ഒരു കുഞ്ഞ് ആദ്യമായിട്ട് അമ്മ എന്ന് ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തെ ഉച്ചരിക്കുന്നു, അതല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു വീട്ടിൽ നിന്നാണ് ഒരു കുഞ്ഞു വാവ അക്ഷരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുള്ളത്. അപ്പൊ വീട് എത്രമാത്രം പിന്നെ ഇമോഷനുള്ള, വൈജാത്യമുള്ള ഒരു ഇടമാണ് എന്ന് നോക്കൂ. നമ്മൾ ഈ പറയുന്ന വാക്കും പേരും പൂക്കളും ഒക്കെ എവിടെ നിന്നാണ് തുടക്കം കുറിച്ചത് എന്ന് വെച്ചാൽ അതെന്റെ വീട്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. എങ്ങനെ വെച്ചാൽ വീട് ഭയങ്കരമാക്കപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ്. എന്റെ അക്ഷരങ്ങൾ, ഞാൻ മൊഴിയുന്ന ഓരോ വാക്കും രൂപപ്പെട്ടതിന്റെ ആദ്യഘട്ടം വീടാണ്. ഓക്കെ, ഇനി വീട്ടിൽ നിന്ന് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വണ്ണുമ്പോഴാണ് നമ്മൾ പ്രതിഷേധങ്ങൾ തുടങ്ങുന്നുള്ളത്. ഞാൻ എവിടുന്നാണ് കരഞ്ഞത്? ഏറ്റവും കൂടുതൽ കരഞ്ഞത് എവിടെ നിന്നായിരിക്കും? എന്റെ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടാവുക. വാവയുണ്ടാവുന്ന സമയത്ത് കരയും. എന്തിനാണ് കുഞ്ഞുങ്ങൾ കരയാറുള്ളത്? കരച്ചിൽ എന്നുള്ളത് ഒരു പ്രതിഷേധാണല്ലോ, അല്ലെ? എനിക്ക് വിശക്കുന്നുണ്ടേ എന്ന് കുഞ്ഞ് വിളിച്ചു പറയുന്നത് കരച്ചിലൂടെ അല്ലേ? അല്ലെ? കരച്ചിലൂടെയാണ് ഒരു കുഞ്ഞ് എനിക്ക് വിശക്കുന്നുണ്ടേ എന്ന് വിളിച്ചു പറയുന്നുള്ളത്. ആ കുഞ്ഞിന്റെ അക്ഷരജ്ഞാനമില്ലാത്തവന്റെ ഒടുവിലത്തെ പ്രതിഷേധമാണ് കരയുക എന്നുള്ളത്. ഈ കുഞ്ഞ് പ്രതിഷേധങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? പ്രതിഷേധങ്ങൾ, അവകാശങ്ങൾ പഠിച്ചത് വീട്ടിനകത്ത് നിന്നാണ്.
കല പഠിച്ചത് എവിടെ നിന്നാണ്? കല പഠിച്ചതും കവിത പഠിച്ചതും പാട്ട് പഠിച്ചതൊക്കെ വീട്ടിൽ നിന്നാണ്. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവ്. ആർക്കാ ആ പാട്ടറിയാവുന്ന? പാടി ആരെങ്കിലും? ആരെങ്കിലും ഒരാൾ മൈക്കെടുത്ത് കമാൺ. സൺഡേ സ്പെഷ്യൽ ഇങ്ങനത്തെ അവസരങ്ങളൊന്നും കിട്ടൂല. ഒരാൾ കൈയെടുത്ത് ഒരാൾ മൈക്കെടുത്ത്. സാറും കൂടി പാടുവോ? കുറച്ചറിയുള്ളൂ. ഞാനും കൂടി തരാം. കമാൺ, ലെറ്റ് സ്റ്റാർട്ട്. പാടറിയാം സാർ, പാടാൻ അറിയത്തില്ല. തിങ്കൾ കിടാവോ നല്ല കുമള താമരപ്പൂവോ പിന്നെന്താണ് പൂവിൽ മധുവോ നീണ്ടു തന്റെ നിലാവോ. ഇത്രേ അറിയൂ. വെരി ഗുഡ്. നമ്മൾ അപ്പുറത്തെ പിന്നെന്താണ് മനോഹരമായ ഒരു കുഞ്ഞിന്റെ കാതുകളിലേക്ക് കവിതകൾ കേട്ടു തുടങ്ങിയത് വീട്ടിൽ നിന്നാണ്, തൊട്ടിലിൽ നിന്നാണ്. നോക്കൂ, എന്താണ്? ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി നൂറ് മുഹമ്മദ് അലോലം താലോലം ലോലം. വെരി ഗുഡ്. നോക്കൂ നിങ്ങള്, പാട്ട് രൂപപ്പെട്ടത് എവിടെന്നാ? കവിത രൂപപ്പെട്ടത് എവിടെന്നാ? ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മനോഹരമായ പാട്ടും കലയും കവിതയും രൂപപ്പെട്ടത് ഒരു വീടകത്തിൽ നിന്നാണ്. സ്വന്തം വീടിനകത്ത് നിന്നാണ് രൂപപ്പെട്ടു വന്നത്. താരാട്ടുപാട്ടിൽ നിന്നൊരു കുഞ്ഞ് പാട്ട് പഠിക്കുന്നു. ഏറ്റവും മനോഹരമായ കഥകൾ പഠിച്ചത് എവിടെ നിന്നാണ്? കുഞ്ഞ്, അല്ലെ? പണ്ട് കാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് പിന്നെ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് എന്റെ കൊച്ചിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരിക. ആ വരുന്ന സമയത്തുണ്ടല്ലോ, അതിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു, ജീ ബൂംബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന. അഗൈൻ കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായിട്ടുണ്ടാവുന്ന കഥകൾ രൂപപ്പെട്ടതും വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഒരു കുഞ്ഞു മനസ്സിൽ വീട് എന്ന് പറയുന്നത് എങ്ങനെയാണ് സങ്കല്പിച്ചു കൊണ്ടുപോകുന്നുള്ളത്? കുഞ്ഞു മനസ്സിലെ വീട് എന്ന് പറയുന്ന ആശയം രൂപപ്പെടുന്നുള്ളത് അവന്റെ സ്നേഹിക്കപ്പെടുന്ന എല്ലാ ഭാഷകളും അവിടുന്ന് സംസാരിച്ച് എല്ലാ വികാരങ്ങളും അവിടുന്ന് പറഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നുള്ളത്. ഒരു കുഞ്ഞിന്റെ ഏറ്റവും മനോഹരമായ ശൈശവമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. താരാട്ടുപാട്ടിലൂടെ, കഥയിലൂടെ, കവിതയിലൂടെ രൂപപ്പെട്ടു വന്നു അവന്റെ ആദ്യത്തെ കുഞ്ഞു ശൈശവകാലം എന്നുള്ളത്. നോക്കൂ, രണ്ടാം പടിക്കലിലേക്ക് അവൻ കയറി വരുമ്പോ, രണ്ടാം ഘട്ടത്തിലേക്ക് അവൻ കയറി വരുന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നുള്ളത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ സ്കില്ലിലേക്ക് അവൻ വരുന്നു. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടുന്നത് ഒബ്സർവേഷൻ സ്കില്ലാണ്. ഒബ്സർവേഷൻ സ്കില്ലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? രണ്ടാം വയസ്സും 3-ാം വയസ്സും 4-ാം വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു വാവ, ആ കുഞ്ഞ് പിന്നെ അനുകരിക്കുന്നത് ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അച്ഛനും അമ്മയും കളിക്കുന്നത്, കുഞ്ഞ് അച്ഛനും അമ്മയും കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാല് അവര് മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വെച്ച് കളിക്കുന്നു, മണ്ണപ്പം ചുട്ട് കളിക്കുന്നു. അവിടെ അവിടെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്നറിയോ? ഞാനിപ്പോ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ? ഒരു ചെറിയൊരു ഒരു പിന്നെ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കി. എല്ലാരും ഓൺ ആക്കി കേട്ടോ. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. എല്ലാരും ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. എന്റെ വോയിസ് കറക്റ്റ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണ് സാർ. ഓക്കെ. നിങ്ങൾ എല്ലാരും ഇതിങ്ങനെ നിങ്ങളെ കൈയിന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചേ. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. എല്ലാരും ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. എല്ലാരും നിങ്ങളുടെ വലത് കൈയിനെ ഇങ്ങനെ നിങ്ങളുടെ നെറ്റിയിലേക്ക് തൊടുക. നെറ്റി. ഓക്കെ. ഇനി ഞാൻ പറയും പോലെ ചെയ്തോ. നെറ്റി തൊടുക, മൂക്ക് തൊടുക, ഓക്കെ, കണ്ണ് തൊടുക,
കണ്ണു തൊടുക, കവിള് തൊടുക. ഓക്കെ, വീണ്ടും നമ്മുടെ നെറ്റിയിലേക്ക് തൊടുക. ഓക്കെ നെറ്റിയിലാണ് ഓക്കെ എടുത്തോളൂ, നെറ്റിയിലെ തൊടണ്ട, തലയിലെ നിങ്ങൾ എടുത്തോളൂ. ആ, ഈ വീഡിയോയിൽ കാണുന്ന എനിക്ക് എന്റെ മുമ്പിൽ കാണുന്ന ഒരു ഏകദേശം ഒറ്റ സ്ക്രീനിന്റെ അകത്ത് ഇപ്പൊ കാണുന്നുള്ള ഒരു 50% ആൾക്കാരും കൊണ്ടുപോയി തൊട്ടത് തലയിലേക്കാണ്. അതെ 50% ആൾക്കാരും തലയിലേക്കാണ് തൊട്ടത്. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ സാറ് പറഞ്ഞത് മാറിപ്പോ എന്താ ഒരു കൺഫ്യൂഷൻ, ഒരു ആശങ്ക ഉണ്ടായി ചില ആൾക്കാർക്ക്. ചില ആൾക്കാർ പറഞ്ഞതുപോലെ ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിലെ 50% ആൾക്കാരും തലയിലേക്ക് കൊണ്ടുപോയി വെച്ചത്? തലയിലേക്ക് ഞാൻ പറഞ്ഞതല്ല പ്രേരിപ്പിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ അതെ. കാണുന്നതാ നമ്മൾ ചെയ്യുന്നേ. നമ്മൾ കാണുന്നതിനെയാണ് നമ്മൾ അനുകരിച്ചത്, നമ്മൾ കേൾക്കുന്നതിനെ അല്ല. അപ്പൊ നമ്മൾ സാധാരണ മക്കളോട് പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, പറഞ്ഞാ കേട്ടൂടടാ എന്നുള്ളത്. പോത്തുപോലെ വളർന്ന നമുക്ക് പോലും തെറ്റിയിട്ടുണ്ടെങ്കിലേ സാധാരണ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ട്, പോത്ത് പോലെ വളർന്നല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മ ആനനെ പോലെ വളർന്നു എന്ന് പറയേണ്ടി വരൂലേ? എന്നിട്ടും നമുക്ക് തെറ്റിയില്ലേ അല്ലെ? ആകെ ഒരു ചുരുങ്ങിയ സമയത്ത് പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ എന്നെ അത്രമാത്രം അറ്റൻഷൻ എനിക്ക് നിങ്ങൾ നൽകുന്നുണ്ട്, എന്നിട്ട് പോലും നമുക്ക് തെറ്റിയില്ലേ? അപ്പോ കുഞ്ഞുങ്ങൾ നല്ലോണം അനുകരിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു കുഞ്ഞു വീട്ടിന്റെ അകത്തുള്ള ഭാഷ, വീട്ടിലത്തെ അകത്തുള്ള അനുകരണങ്ങൾ നമ്മുടെ മക്കൾ പകർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നോക്കുങ്ങള്, ഒരു കുഞ്ഞ് ഞാൻ എടുത്തിട്ട് ഒരു പിന്നെ ഒരമ്മ അച്ഛനും കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാല്, ഈ കുഞ്ഞിന് ഈ ചെറിയ കുഞ്ഞ് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അച്ഛനും അമ്മയും കളിക്കുകയാണ്. അച്ഛനും അമ്മയും ആക്കിയിട്ട് കളിക്കുകയാണ്. അപ്പൊ കറി ഉണ്ടാക്കുന്നു, ചിരട്ട കൊണ്ടുപോയിട്ട് അതിലേക്ക് മണ്ണിട്ടിട്ട് മണ്ണപ്പം ചുടുന്നു, അതുപോലെ തന്നെ മണ്ണിങ്ങനെ മാന്തുന്നു. ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഈ കുഞ്ഞ് ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെയും ഒരു അമ്മയായിട്ട് അഭിനയിക്കുന്ന കുഞ്ഞ് എന്താ ചെയ്യുന്നുള്ളത് എന്നറിയോ? ഭയങ്കര ഷൗട്ട് ചെയ്യാണ്. അമ്മയായിട്ട് അഭിനയിക്കുന്ന കുഞ്ഞ് ഇതെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ, കേട്ടൂടെ, എന്താ കളിക്കുന്ന നീ എന്നൊക്കെ പറയാണ്. ആര്? ഈ ഈ ഈ അമ്മയായിട്ട് അഭിനയിക്കുന്ന കുഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു ഡോളിനോട് ഇങ്ങനെ വർത്താനം പറയാണ്. എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അച്ഛനുണ്ട്, കറിയായോ, ചോറായോ, എന്താണ് ഇത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ. ഞാൻ ചോദിക്കുന്നത്, എവിടുന്നാണ് ഈ കുട്ടി മനസ്സിൽ ഇത് രൂപപ്പെട്ടത്? എങ്ങനെയാണ് ഈ കുഞ്ഞു മനസ്സിൽ ഈ സാധനം രൂപപ്പെട്ടു വന്നത്? കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനമ്മ കളിക്കുകയാണ്. അച്ഛനമ്മ കളിക്കുന്ന ആ കുഞ്ഞിന്റെ മനസ്സിൽ വീട്ടിലത്തെ അമ്മ എങ്ങനെയാണോ ആ അമ്മയല്ലേ അവിടെ അനുകരിക്കുക? വീട്ടിലെ അച്ഛൻ എങ്ങനെയാണോ അതിനെയല്ലേ അവൻ അവിടെ അനുകരിക്കുക? അപ്പൊ അമ്മയെയും അച്ഛനെയും കുഞ്ഞ് നല്ലോണം അനുകരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അനുകരണമാണ്. നിങ്ങൾ തന്നെ എന്നെ അനുകരിച്ചു, അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എത്രമാത്രം അനുകരിക്കും എന്നാലോചിച്ച് നോക്കുക. അത്രയ്ക്കും സൂക്ഷ്മമായിട്ടാണ് നമ്മളെ വീടിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്നത്, പെരുമാറേണ്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മക്കൾ വീടകങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷകൾ എന്ന് പറയുന്നുള്ളത് അത്രമാത്രം മനോഹരമായ ഭാഷകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറൊരു കാര്യം വളരെ പ്രധാനമായും ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, കുടുംബമാകുമ്പോ സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ, പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുമല്ലോ, കുടുംബമല്ലേ അപ്പൊ അതൊക്കെ സർവ്വസാധാരണയായിട്ട് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്ന ഡയലോഗുണ്ട്. ഞാൻ അതിനോട് വലിയ യോജിപ്പൊന്നും ഉള്ള ആളല്ല, എങ്കിൽ പോലും ചിലപ്പോ ഉണ്ടായേക്കാം. ഓക്കെ, കുടുംബമാകുമ്പോ ചിലപ്പോ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വന്നവര് ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാവുന്ന അസ്വസ്ഥതകൾ ചിലപ്പോ ഉണ്ടായേക്കാം. പക്ഷേ എന്ത് അസ്വാരസ്യങ്ങളും എന്ത് അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ നിങ്ങൾ എന്താക്കരുത്, അത് അനുകരിക്കരുത്, പ്രതികരിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലി പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്. ഒരു വീടകങ്ങളിൽ സാധാരണയായിട്ടുണ്ടാവും. ഒരിക്കലും അച്ഛനെ കുറിച്ച് അമ്മയോ അമ്മയെ കുറിച്ച് അച്ഛനോ റോങ് ആയി സംസാരിക്കരുത് എന്നുള്ളത്. ചില ആൾക്കാർ പറയാറില്ല, എന്താന്ന് വെച്ചാല്, നിന്റെ ഉപ്പാനെ കെട്ടിയതിന് ശേഷം തുടങ്ങി എന്റെ കഷ്ടപ്പാട്,
പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഡയലോഗ് ആരോടാ പറയാ? അച്ഛനോടുള്ള ദേഷ്യം അമ്മ പിന്നെ പിന്നെ മക്കളോട് പറയും. ഇനി കുരുത്തക്കേട് വന്നാലോ? അച്ഛന്റെ അതേ സ്വഭാവമാണ്. ചിലപ്പോ എന്താണെന്ന് വെച്ചാൽ കീശ ചെയ്ത് പൈസ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന പിന്നെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സെയിം സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കറി ചിലപ്പോ മൂപ്പര് ദേഷ്യപ്പെടുന്ന കറിയൊക്കെ നന്നായില്ല ദേഷ്യപ്പെടുന്ന ആളായിരിക്കും. അപ്പൊ മോന് ചെറിയ കുഞ്ഞനും ചിലപ്പോ കറി നന്നായില്ലെങ്കിൽ എനിക്ക് ദേഷ്യപ്പെട്ടാൽ അപ്പ പറയും അച്ഛന്റെ അതേ സ്വഭാവം വന്നിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല നിനക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ആരുടെ ഭാഗത്തുനിന്ന് വരും? അമ്മന്റെ ഭാഗത്തുനിന്ന് വരും. നേരെ തിരിച്ചും ഉണ്ടാവും ട്ടോ. നേരെ തിരിച്ചും വരും. അച്ഛനും പറയും എന്താണെന്ന് വെച്ചാല് പിന്നെ എന്തെങ്കിലും കുട്ടി ദേഷ്യപ്പെട്ടാല് അവ പറയും ഉമ്മന്റെ സെയിം സ്വഭാവം കൊണ്ട് വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇനി ഇനിയെങ്ങാനും കുട്ടി നന്നായാലോ അപ്പൊ അത് എന്റെ മോനാണ് കണ്ടുപഠിക്ക് ഞാൻ എന്റെ മോനാണ് കണ്ടുപഠിക്കുക എന്നുള്ള ഡയലോഗ് ആയിരിക്കും അപ്പൊ അവിടുന്ന് വരിക. എന്റെ മോളാണെന്നുള്ളത് പറഞ്ഞു വരുന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ വീടിനകത്ത് എപ്പോഴും ഒരു ഭാര്യ ഭർത്താവ് മക്കളോട് ഇടപെടുന്ന സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേര് ഒരാൾ ടഫ് ആവുന്നുണ്ടെങ്കിൽ ഒരാൾ കൂളാവണം, ഒരാൾ കൂളാവുന്നുണ്ടെങ്കിൽ ഒരാൾ ടഫ് ആവണം. ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് കുട്ടികളെ ശകാരിക്കുന്ന വിഷയം വീട്ടിലെ സന്തോഷം കെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമാണ് ഈ ഒരു സാധനം, വളരെ നിർബന്ധമാണ്. നമ്മൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു ഫാമിലിക്കകത്ത് പ്രധാനമായും വീടകത്ത് ശ്രദ്ധിക്കണമെന്ന കാര്യം. കാരണം മക്കൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വീട്. ഭാര്യ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതാണ് വീട്ടിൽ, ഭർത്താവ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് വീട്ടിലാണ്. ആ വീട് എന്നുള്ളത് നമ്മൾ ആക്ച്വലി നമ്മൾ സാധാരണ pre-KG ചേർക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്കൂളിൽ UKG, LKG, UKG, പിന്നെ 1-ാം ക്ലാസ്. ഇപ്പൊ pre-KG എന്ന് പറയുന്ന ഒരു സാധനം കൂടി 3.5 വയസ്സ് മുതൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും pre-KG എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയല്ല, പിന്നെ സ്കൂളിലല്ല. pre-KG എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വീട്ടിലാണ്. വീടകങ്ങളിലാണ് കുട്ടിയുടെ ലോക്കോമീറ്റേഴ്സ് ഒക്കെയും എന്താവുന്നുള്ളത് അവൻ പിന്നെ മുന്നോട്ടേക്ക് വരുന്നുള്ളത്. ഹോം ഈസ് എ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് കേട്ടോ. വീട് ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സർവകലാശാലയാണ് വീട് എന്ന് പറഞ്ഞവരും ഉണ്ട് എന്നുള്ളതാ. ആണല്ലോ, നോക്കൂ നിങ്ങൾ, അക്ഷരങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി, ഇമോഷൻസ് രൂപപ്പെട്ടു തുടങ്ങി, ഒബ്സർവേഷൻസ് രൂപപ്പെട്ടു തുടങ്ങി, കൾച്ചർ രൂപപ്പെട്ടു തുടങ്ങി. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും എവിടെ നിന്നാണ് കുട്ടി പഠിച്ചു തുടങ്ങുന്നുള്ളത്? ഒരു വീട്ടിനകത്ത് നിന്നാണ്. നമ്മൾ സംസാരിച്ചു വരുന്നുള്ളത് അച്ഛനമ്മന്റെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ. അച്ഛനമ്മന്റെയും ലാംഗ്വേജുകളിൽ വീടകങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, ഏറ്റവും സന്തോഷകരമായി വീടകം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നതിലെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക? അതൊരു ഭയങ്കരമാക്കപ്പെട്ടൊരു വിശേഷമാണല്ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ഉദാഹരണം, ഞാൻ വൈഫ് ഹൗസിലേക്ക് നമുക്ക് ഇന്ന് നൈറ്റ് പോകാം, അല്ലെങ്കിൽ ഈ വെക്കേഷൻ, ഇപ്പൊ വെക്കേഷനും കൂടിയാണ്, ഏറ്റവും കൂടുതൽ കുടുംബകലഹം നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. കാരണം പ്രോമിസ് ചെയ്ത പലതും നടക്കാതെ പോകുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് പിന്നെ ഒരു 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 മുഖം വീർപ്പിച്ചിക്കലും പിന്നെ അതുപോലെ തന്നെ ഒരു ദേഷ്യപ്പെടുന്നൊക്കെ ഒരു ടൈം. എനിവേ, നമ്മള് പിന്നെ ഈ വെക്കേഷൻ സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഇന്നടുത്തേക്ക് യാത്ര പോകാം എന്ന് പറഞ്ഞൊരു പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തതിന് ശേഷം ആണ് ആൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ജോലി വന്നത്, ഒരു പണി കിട്ടിയത്. അപ്പോ ആ പണി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ആൾക്ക് വീട്ടിൽ വന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ആള് പറഞ്ഞു ഇന്ന് റെഡി ആയിട്ടൊക്കെ നിന്നോളൂ, നമുക്ക് എന്താക്കാം പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് ഒരു പണി കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് ഉള്ളിൽ രൂപപ്പെടുന്നത് ഭയമുണ്ട്, ഒരു ഭർത്താവ് എന്ന രീതിയിൽ രൂപപ്പെടുന്നത്. കാരണം എങ്ങനെയാണ് ഞാൻ അവളെ പോയി കാണുക, ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക, എത്ര ദിവസം അതിന്റെ പണക്കം അവിടെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും അതിന്? അതേ സ്ഥാനത്ത് നിങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലൂമി ആയി നിൽക്കുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ച് തിരിച്ചിങ്ങനെ പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ആള് പറയാണ് എന്താണെന്ന് വെച്ചാല് പിന്നെ സാരില്ലപ്പാ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഒരു കുറച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം പോകാം എന്നെങ്ങാനും അപൂർവമായിട്ടൊരു ഭാര്യയുടെ ഭാഗത്തുനിന്ന് വന്നു പോയാൽ പിന്നെ എന്ത് ഹാപ്പി ആയിരിക്കും ലൈഫ്. പക്ഷെ അതേ സ്ഥാനത്ത് പിന്നെ ഒരാൾ പറയാണ് എന്താണെന്ന് വെച്ചാല് ആ ഞാൻ എപ്പോ ഒരുങ്ങിയാലും ഇങ്ങനെ തന്നെയാണ്, തുടങ്ങും, അവിടുന്ന് തുടങ്ങും. അന്ന് അലമ്പാവും, അന്ന് 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 പിണക്കാവും, അന്ന് ദേഷ്യം വരും,
പിന്നെ പഴയ കുറെ കഥകളൊക്കെ എടുത്തിടും. പിന്നെ അതോട് കൂടിയിട്ട് കുടുംബത്തിൽ കലഹങ്ങൾ രൂപപ്പെടും. മിണ്ടാതെ ആവും, ഭക്ഷണം ഇല്ലാണ്ടാവും, ഈ ചങ്ങായിക്ക് വർക്കിനും പറ്റൂല, ഒന്നിനും പറ്റൂല. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് പറയാതെ തന്നെ സന്തോഷങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും ഒരു ആണുങ്ങളെ സംബന്ധിച്ച്, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. നോക്ക് നിങ്ങള്, ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ സ്വീകരിക്കുന്നവരാണ് പിന്നെ നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നോക്കൂ, ക്ലാസ് കേൾക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വസ്ത്രങ്ങൾ അലക്കുന്നു, പിന്നെ അതുപോലെ തന്നെ വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരേ ടൈമിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എംപത്തറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജോലിക്ക് ജോലിക്ക് പോകുന്നു, എംപത്തറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കുള്ള അതേ ഇമോഷൻസ്, എനിക്കുള്ള അതേ വികാരവും അതേ സന്തോഷവും അതേ സങ്കടവും എല്ലാം അവൾക്കുമുണ്ട്. ലേഡീസ് ചിന്തിക്കുകയാണ്, എനിക്കുള്ള അതേ സന്തോഷവും സങ്കടവും ഇമോഷൻസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എല്ലാം മൂപ്പർക്കും ഉണ്ട് എന്നിങ്ങനെ രണ്ടുപേരും എംപത്തറ്റിക് ആയാൽ ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, എന്ത് രസം ഉണ്ടാവും. ഈ ഒരു ഹാപ്പിനെസിന്റെ അകത്തൂടെയാണ് ഈ വീട്ടിൽ രൂപപ്പെടേണ്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് ഒരു വീട്. അപ്പൊ വീട് എന്ന് പറയുമ്പോ, വീട് പരിപാലനം എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഭാഷ വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. അനുകരണങ്ങൾ മക്കളിൽ ഉണ്ടാകും. ഓക്കെ, അനുകരണങ്ങൾ മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നുള്ളത്, ഒരു വീടിലെ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് വീട്ടിലെ ഡിസിപ്ലിൻ എന്നുള്ളത്. സ്വന്തം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോ നമ്മള് രണ്ടുപേർക്കുമുള്ള ഉത്തരവാദിത്തമാണ് കേട്ടോ ഡിസിപ്ലിൻ എന്ന് പറയുന്നുള്ളത്. ഒരു ദിവസം പിന്നെ ഒരു ഒരു ഉദാഹരണം പറയാം. എന്താണെന്ന് വെച്ചാല്, എന്തോ ഒരു ബിസി ആയിട്ടുള്ള സമയത്ത് സാധാരണ നമ്മളിങ്ങനെ ഉള്ളി മുറിക്കൂലേ, ഉള്ളി മുറിക്കുന്ന സമയത്തുണ്ട് മോന് വന്നിട്ട് ചോദിക്കുന്നത്, പാപ്പ എന്ത് ലേഡീസ് ആയാന്ന് ചോദിച്ചു. പാപ്പ ലേഡീസ് ആയാന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോൻ ലേഡീസ് ആയെന്ന് വെച്ചാൽ, പാപ്പ ഉള്ളിയെല്ലാം മുറിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, പാപ്പ ഉള്ളിയെല്ലാം മുറിക്കുന്നതെന്ന് വെച്ചു. അപ്പോ ഞാൻ ഇനി ഏത് വിഷയങ്ങളാണെങ്കിൽ പോലും നമ്മൾ വീടിനകത്തൊരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വീടിനകത്തുണ്ട്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് പിന്നെ പ്രപഞ്ചമായിട്ട് നമുക്കൊരിക്കലും പിന്നെ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകാന്നല്ല. പക്ഷെ വീടകത്ത് നമുക്ക് എന്തായിരിക്കണം, നമ്മളുടെ വീട്ടിനകത്ത് നമ്മൾ ഒരു മനോഹാരിത, ഒരുമിച്ച് ചെയ്യുക, ഒരുമിച്ച് സംസാരിക്കുക, എല്ലാവരെയും പരിഗണിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു വീട്ടിലെ ഏറ്റവും ഹാപ്പി ആവുന്ന സന്തോഷങ്ങളാണ്. നമ്മൾ 2024 കഴിഞ്ഞിട്ട് 2025 എൻട്രി ആവുകയാണ്. 2025 ആകുമ്പോൾ തന്നെ ഇങ്ങനൊരു ടോപ്പിക്ക് തരുന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു സന്തോഷത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് വീടാണ്. സന്തോഷത്തിന്റെ ഉറവിടം വീടാണ്. ഒരാൾക്ക് വീടിനകത്ത് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായാല് അവന്റെ എല്ലാ കാര്യങ്ങളും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു വീടിനകത്തെ സമാധാനം നഷ്ടപ്പെട്ടാൽ, ഹാപ്പിനെസ് നഷ്ടപ്പെട്ടാൽ, തീർച്ചയായിട്ടും അവനക്കൊരിക്കലും പിന്നെ അവൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലും സമാധാനം കണ്ടെത്താൻ പറ്റൂല. അപ്പൊ വീട് എന്ന് പറയുന്നുള്ളതിന് സമാധാനം നഷ്ടപ്പെടാൻ, സന്തോഷം നഷ്ടപ്പെടാൻ കാരണമാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എന്താക്കണം, കണ്ടറിഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ ഒരു അനാലിസിസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അനാലിസിസ് എന്ന് വെച്ചാൽ, നമ്മൾ 2024 കഴിഞ്ഞ് 2025 എത്താണ്. 2025 എത്തുന്ന സമയത്ത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഹോം അനാലിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ എഡ്യൂക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്ന സോട്ട് അനാലിസിസ് എന്നാണ് അതിനെ പറയാം. സോട്ട് അനാലിസിസ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്, എന്റെ ഫാമിലിയുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കാണണം. സോട്ട് അനാലിസിസ്, നിങ്ങളുടെ ഫാമിലിയുടെ എന്റെ ഈ സെഷൻ കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും ഒന്നെങ്കിൽ പേനയും ബുക്ക് എടുത്തിട്ട് ഇപ്പൊ എഴുതണം എന്നല്ല പറയുന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിയിലെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ചലഞ്ച് എന്ന രീതിയിൽ നിങ്ങൾ
വെക്കേണ്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. സോട്ട് അനാലിസിസ് നമ്മൾ ചെയ്യണം ഫാമിലിയുടെ. എങ്ങനെയാണ് ഫാമിലിയുടെ സോട്ട് അനാലിസിസ് ചെയ്യുക? ഫാമിലിയുടെ സോട്ട് അനാലിസിസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, നമ്മളുടെ സ്ട്രെങ്ത്, ഫാമിലിയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാം. എൻ്റെ ഫാമിലിയുടെ കഴിവുകൾ, എൻ്റെ ഫാമിലിയുടെ ഹാപ്പിനെസിന്റെ റീസൺസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എഴുതാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് മൈ, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നുണ്ടാവൂലേ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവുന്ന നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തിനൊക്കെ, ഒരുമിച്ച് ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു സ്ട്രെങ്ത് ആണ് ഫാമിലിയുടെ. ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്ട്രെങ്ത് ആണ് ഫാമിലിയുടെ. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ആണ്. എൻ്റെ വിഷമങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് ഒരു സ്ട്രെങ്ത് ആണ്. എന്നെ പരിഗണിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ നന്നായി കുക്ക് ചെയ്യുന്നു, നന്നായി സന്തോഷം നൽകുന്നു എന്നുള്ളത് സ്ട്രെങ്ത് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാവുന്ന സ്ട്രെങ്ത് എന്തൊക്കെയെന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അനാലിസ് ചെയ്ത് നോക്ക്. ഒരുമിച്ച് ജോലി ചെയ്യുന്നു, വെരി ഗുഡ് റംലത്ത്, ഒരുമിച്ച് ജോലി ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അപ്പൊ അങ്ങനെ എന്താണ്, മണി മാനേജ്മെന്റ് ചെയ്യുന്നു എന്നുള്ളത് സ്ട്രെങ്ത് ആണ്. നല്ല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, പിന്നെ എന്താണ് മിനിമലിസം എന്ന് പറയുന്ന ഒരു നമ്മൾ പരമാവധി ഫാമിലിക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് മിനിമലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ഫാമിലിയുടെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആണ്. എന്നാൽ സ്ട്രെങ്ത് മാത്രം മതിയോ? പോരാ. വാട്ട് ഈസ് അവർ ഫാമിലി വീക്ക്നെസ്? എന്താണ് എൻ്റെ കുടുംബത്തിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നുള്ളത്? അതും പ്രധാനമാണ്. എൻ്റെ കുടുംബത്തിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നു എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ സമയം മൊബൈൽ ഫോണിനകത്തായി പോകുന്നു എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. ഞാൻ എന്താണ് റീൽസിനെ അനുകരിക്കുന്നു എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. എന്താണ് മനുഷ്യർ റീൽസിൽ പകർത്താറുള്ളത്? എന്താണ് മനുഷ്യർ സ്റ്റാറ്റസ് ഇടാറുള്ളത്? എന്താണ് മനുഷ്യർ റീൽസിൽ പകർത്താറുള്ളത്? നിങ്ങളുടെ 24 ഒരു ദിവസത്തിലെ 24 മണിക്കൂറിലെ, ശ്രദ്ധിച്ചോളൂ, 24 മണിക്കൂറിലെ ഒപ്പിയെടുത്ത സന്തോഷങ്ങളിൽ നിന്ന് വെറും 30 സെക്കൻഡ് അടങ്ങിയ സന്തോഷങ്ങളെ മാത്രമാണ് റീൽസിനകത്തേക്കും അതല്ല എങ്കിൽ സ്റ്റാറ്റസിനകത്തേക്കും കൊണ്ടുവരുന്നുള്ളത്. 30 മിനിറ്റ് അല്ലെ, 30 മിനിറ്റ് ഉണ്ടോ? 30 മിനിറ്റ് അല്ലെ? 30 മിനിറ്റ് ആണോ 30 സെക്കൻഡ് ആണോ? എന്താണ് വരുന്നത്? 30 സെക്കൻഡ്. എന്നാൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നുള്ളത് അല്ല 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ് അല്ലെ? എനിക്ക് കണക്കിന് ഞാൻ കുറച്ച് വീക്കാണ്. 60 സെക്കൻഡ് ആണ് ഒരു പിന്നെ മിനിറ്റ് എന്ന് പറയുന്നുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? എത്രയാ? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ്. കാൽക്കുലേറ്റർ എടുക്കുക. 60 × 24 ഒന്ന് എടുത്തോ. 1440. നമ്മൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ. 1440. ഓക്കെ, 1440 മിനിറ്റ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാല് 60 സെക്കൻഡ് ആണല്ലോ. 1440 × 60 എന്ന് അടിച്ചേ. എത്രയാ? 86,400. 86,400 അല്ലെ? യെസ്. ഈ 86,400 സെക്കൻഡ് ഉള്ള ഒരു ദിവസത്തിലെ വെറും 30 സെക്കൻഡ് മാത്രമുള്ള സന്തോഷത്തെ അല്ലേ ഈ മനുഷ്യൻ ഇവിടെ ഒപ്പിയിടുന്നുള്ളൂ സ്റ്റാറ്റസിനകത്ത്, റീൽസിനകത്ത്. ബാക്കിയുള്ള 86,300 പിന്നെ എത്ര വരാ? 70. ഓക്കെ, ഇത്രയും സമയം ഇവൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഏത് രീതിയായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഈ അറിയാതെ നമ്മൾ
അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അവരുടെ സ്റ്റാറ്റസ് നോക്കിയേ, അല്ലെങ്കിൽ അവരുടെ റീൽസ് നോക്കിയേ. റീൽസിനകത്തുണ്ടാവുന്നതാണ് ജീവിതം എന്നിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. വെറും റീൽസ് മാത്രമാണ് ജീവിതം. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് വരുമ്പോ ആ സ്റ്റാറ്റസ് ഇടാം, ആ റീൽസിൽ ഇടാം. സ്റ്റാറ്റസ് റീൽസിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിനെസ് ഷെയർ ചെയ്തോളൂ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അത് മാത്രമാണ് അവരുടെ ലൈഫിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടുന്നത്, മറ്റൊരാളുടെ ലൈഫിനെ നമ്മൾ അനുകരിക്കേണ്ടുന്നത് അവരുടെ റീൽസോ അതല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ കണ്ട് മാത്രമല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ ഒരു റീൽസ് ഇടുന്നുണ്ടെങ്കിൽ, ഒരാളുടെ ഒരു സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ അതല്ല ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാമിലിക്കകത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഞങ്ങളിൽ എന്താണോ ഉള്ളത് അതിനെ തൃപ്തിപ്പെടുക എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മൾ കൊണ്ടുവരണം. ഞങ്ങളിൽ എന്താണോ ഉള്ളത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇൻകം എത്രയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ഇൻകത്തിനനുസരിച്ചുള്ള ജീവിതം പ്ലാൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ നമ്മളിവിടെ ഉള്ളത് വീക്ക്നെസ്, നമ്മൾ പറഞ്ഞത് വീക്ക്നെസ് ആണ്. ഒന്ന് സ്ട്രെങ്ത്, ഫാമിലിയുടെ സ്ട്രെങ്ത് നമ്മൾ അറിയുന്നു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഫാമിലിയുടെ വീക്ക്നെസ് ആണ്. എന്തൊക്കെ വീക്ക്നെസ് എനിക്കുണ്ട്, ഞാൻ ഉറങ്ങുന്നു, ഭയങ്കരമാക്കപ്പെട്ട ഉറക്കാണ് എനിക്ക്, അതൊരു വീക്ക്നെസ് ആണ് അല്ലെ, അതൊരു വീക്ക്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടു പോകുന്നു, ദാറ്റ്സ് വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ എന്നെ തിരിച്ചറിയുന്നില്ല, അതൊരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഈ വീക്ക്നെസ് എന്ന് പറയുന്നുള്ളത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോന്നും ഇങ്ങനെ പകർത്തി എഴുതി നോക്കുക. എഴുതി തുടങ്ങുമ്പോ കുറേ ഉണ്ടാവും ട്ടോ നമ്മുടെ ലൈഫിൽ. എഴുതി തുടങ്ങുമ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വീക്ക്നെസ്സുകൾ. ദെൻ അതിനുശേഷം നമ്മൾ കാണുകയാണ് ഓപ്പർച്യൂണിറ്റീസ്, എൻ്റെ കുടുംബത്തിന്റെ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, എൻ്റെ ഫാമിലിക്കുള്ള അവസരങ്ങൾ, ഞങ്ങളുടെ ഹാപ്പി ആക്കാനുള്ള കാരണങ്ങൾ, അവസരങ്ങൾ എന്തൊക്കെയുണ്ട് ഞങ്ങൾക്ക് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, നമ്മുടെ വീട് നമുക്കുള്ള അവസരം. എന്താണ്? എഴുതി തുടങ്ങുമ്പോ വലിയ ബുക്ക് തന്നെ എടുക്കല്ലേ? വെരി ഗുഡ്. അതെ, നമ്മള് പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. പക്ഷെ ഇങ്ങനെ തുടങ്ങി മുന്നോട്ട് പോയാല് അത് നമ്മളിങ്ങനെ ഈ സൈക്കോളജീസ് NLP സെഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി പറയാറുണ്ട്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഒന്നും കിട്ടൂല, പിന്നെ ഒരു മത്സരം വെക്കും, ഒരു 100 എണ്ണം എഴുതണം എന്നുള്ളത്, ഏറ്റവും കൂടുതൽ ആർക്കാണെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോ അനുഗ്രഹങ്ങളുടെ പട്ടികകൾ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഏകദേശം 1000, 2000, 3000 അനുഗ്രഹങ്ങൾ ഇങ്ങനെ, അതൊന്നുമല്ല, അതിനേക്കാളും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക്. നമ്മളെ മുടിനാര് മുതൽ കാലിന്റെ പെരുവിരൽ വരെ എടുത്തു നോക്കിയാൽ തന്നെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തീരൂലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹമല്ലേ. ഇതൊക്കെ നമ്മൾ എഴുതി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ പറയുന്നുള്ളത് ഫാമിലിയുടെ, നമ്മുടെ കുടുംബത്തിന്റെ അവസരങ്ങൾ, സന്തോഷിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. മകളുടെ പിന്നെ ബർത്ത്ഡേ വരികയാണ്, ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാത്തൊരു മനുഷ്യനാണ്, ഞാൻ ബർത്ത്ഡേക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എന്ന പക്ഷവാദിയാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, അന്ന് വീടിനകത്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുക, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു കാരണം ഉണ്ടാക്കാന്ന് പറയും. സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക കുടുംബത്തിനകത്ത്, റീസണുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ചെലവല്ല ഞാൻ പറയുന്നുള്ളത്, ചെലവാക്കിയിട്ട് സന്തോഷിക്കണം എന്നല്ല ഞാൻ പറയുന്നുള്ളത്. പകരം ചെലവില്ലാതെ തന്നെ സന്തോഷിക്കാനുള്ള വകകൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അവസരങ്ങൾ. 4മത്തേതാണ് ത്രട്സ്, വെല്ലുവിളികൾ. എൻ്റെ കുടുംബത്തിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എൻ്റെ ഹാപ്പിനെസിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് ആക്ച്വലി ഒന്നാമത്തെ വെല്ലുവിളികൾ അതിജയിക്കാനുള്ള ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നുള്ളത് ഫോർഗീവ്നെസ് ആണ്. ഫോർഗീവ്നെസ് എന്ന് വെച്ചാല് എന്താ? ഫോർഗീവ്നെസ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ ഒരു നല്ല സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു വീട്ടിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾക്ക് എന്തോ ഒരു വർത്താനം പറഞ്ഞു, ആ പറഞ്ഞതിന് മറ്റേയാള് ക്രോസ് ആയി പറഞ്ഞു, ആ പറയലോട് കൂടിയിട്ട് ഇയാള് വീണ്ടും തർക്കിച്ചു, ആ തർക്കിക്കുന്നതിനിടയിൽ മറ്റാള് ദേഷ്യപ്പെട്ടു,
അയാൾ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ളത്. അപ്പൊ മറ്റാൾ പറഞ്ഞു എനിക്കും വേണ്ട എന്നുള്ളത്. അവരുടെ ഭാര്യ എണീറ്റു, മറ്റാളും എണീറ്റു. അങ്ങനെ അങ്ങനെ സുഭിക്ഷമായി നല്ല രീതിയിൽ എല്ലാരും കൂടി തേങ്ങ അരച്ചിട്ടും മഞ്ഞൾ പൊടിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയ മനോഹരമായ ഭക്ഷണം ഒരു ടേബിളിന്റെ പുറത്തുനിന്ന് ഒരു വാക്കിൻ പുറത്തെന്തായി, വേണ്ട എന്ന് വെച്ചിട്ട് എല്ലാവരും എണീറ്റ് പോയി. അതോട് കൂടിയിട്ട് ആ ഭക്ഷണം അവിടെ വേസ്റ്റായി. ആ ഭക്ഷണം വേസ്റ്റായി എന്നതിനേക്കാൾ അപ്പുറം ഒരു കുടുംബത്തിന്റെ മനോഹരമായ സന്തോഷം എന്തായി, നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ ആ മനുഷ്യനൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, ഒന്ന് ഫോർഗീവ്നെസ് ചെയ്താൽ മതിയായിരുന്നു. എത്രമാത്രം ഫോർഗീവ്നെസ് ചെയ്യേണ്ടുന്ന അവസരങ്ങളിലൂടെയാണ് നമ്മുടെ സംഘടനകൾ രൂപപ്പെട്ടത്. ഞാനൊന്ന് മിണ്ടാണ്ടിരുന്നുവെങ്കിൽ, ഞാനൊന്ന് മൗനിയായിരുന്നുവെങ്കിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ അറിയാം, 2025 നമ്മൾ മുന്നോട്ട് വെക്കേണ്ടുന്ന ഒരു ട്രെയിനിങ്, ഒരു ശപഥം എന്താണെന്നറിയോ? എന്ത് വന്നാലും ഞാൻ ചൂടാവൂല എന്നൊരു ഒരു 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 സാധനം നിങ്ങൾ ഒന്ന് എടുത്തു നോക്കി. ഞാൻ തമാശ രൂപത്തിൽ പറയട്ടോ, ഒരു 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 6 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കി. എന്ത് വന്നാലും ഞാൻ ചൂടാവൂല. ചൂടാവേണ്ടുന്ന ഘട്ടം വന്നാൽ അവിടെ ഒഴിഞ്ഞു മാറും, ഒഴിഞ്ഞു മാറും. എന്ത് വിഷയം ഉണ്ടായാലും ചൂടാവൂല. ഞാൻ പറയുന്നത് വീട്ടിലാണ്, ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലല്ല പറഞ്ഞത്, വീടിനകത്ത് എന്ത് വിഷയം വന്നാലും ചൂടാവൂല എന്ന് പറയുന്ന ഒരു വാശിയിൽ നമ്മൾ പോവാം. 2025 നിങ്ങൾ കുടുംബപരമായിട്ട് ചൂടാവാത്തൊരു ഒരു വർഷമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. പറ്റും, ഇന്നെടുക്കാം. നമ്മൾ ഇന്നേ ദിവസം ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ എവിടെയാ ചൂടാകുന്ന നോക്കൂ നിങ്ങള്. നമ്മൾ തന്നെ ഒരു കുഞ്ഞിനെ എന്താക്കുകയാണെന്ന് വെച്ചാല് ഷണ്ഡീകരിച്ച് വിടുകയാണെന്ന് അറിയത്തില്ല, ചെയ്യാണ്. നോക്കൂ നിങ്ങള്, രാവിലെ തന്നെ ഒരു കുട്ടി എന്റെ ബാഗ്, എന്റെ ബുക്ക്, എന്റെ ടൈ, എന്റെ തോർത്ത്, എന്റെ 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 അണ്ടർവെയർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി 4 ഭാഗത്തോടെ ഓടുമ്പോ അമ്മ എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് ദോശ ഉണ്ടാക്കുന്നു, മറുഭാഗത്തൂടെ ചൂടുവെള്ളം ഉണ്ടാക്കുന്നുണ്ട്, അതിനിടയിൽ കുളിപ്പിക്കാൻ വരുന്നുണ്ട്, അതിനിടയിൽ ബുക്ക് തൊടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാല് ഒരു 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 തരം കളരിപ്പയറ്റാണ് രാവിലെ വീടിനകത്ത് ഉണ്ടാവുന്നുള്ളത്. ആ സമയത്ത് ദേഷ്യം വരും ഓട്ടോമാറ്റിക്കലി. അതിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞൻ എന്താക്കിയത്, വാഷ്റൂം പോയ സമയത്ത് മൊത്തം വെള്ളം ഒഴിച്ചു വെച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്ത് വെച്ചാല് പല്ല് തേക്കാൻ മടിയായി, പല്ല് തേച്ചില്ല. ഇവനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു പല്ല് തേക്കാൻ, ഓൻ തേച്ചില്ല. നമുക്കിങ്ങനെ ആളിങ്ങനെ വരും അല്ലെ, ആളിങ്ങനെ പൊട്ടി വരും, ദേഷ്യപ്പെട്ട്. അതിന്റെ ഇടയിലാണ് മറ്റേ മൂപ്പർ അവിടെ കിടന്നുറങ്ങുന്നുള്ളത്. അപ്പൊ ദേഷ്യം ഇങ്ങനെ ഭ്രാന്താവും, കരടി പോലെയാവും നമ്മള്. ഇതിങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി മനുഷ്യനാവുന്ന സമയത്ത് പൊട്ടും. ഒന്ന് ശബ്ദം ചെയ്തു നോക്കാം, ഞാൻ ദേഷ്യപ്പെടൂല. എന്ത് വന്നാലും ഞാൻ ദേഷ്യപ്പെടൂല. ദേഷ്യപ്പെടുന്ന ഇമോഷൻസ് തന്നെ എന്നിൽ നിന്നും കട്ട് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. എവിടെ? ഞാൻ എന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ, എന്റെ മക്കൾക്ക് മുമ്പിൽ, എന്റെ ഭർത്താവിന് മുമ്പിൽ, എന്റെ മക്കൾ, ഞാൻ ദേഷ്യപ്പെടൂല. ഇന്ന് നിങ്ങൾ സക്സസ് ആയി എന്ന് വിചാരിക്കുക, നാളെ ഒന്നും കൂടി ട്രൈ ചെയ്യാം, പിറ്റേ ദിവസം പിന്നെയും ട്രൈ ചെയ്യാം. ദേഷ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോ തന്നെ അതിനെ റദ്ദ് ചെയ്യുക, അതിനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറും, മിണ്ടാണ്ടിരിക്കാം. മിണ്ടാണ്ട് നിൽക്കുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ചലഞ്ചസ് കേട്ടോ. മിണ്ടാതിരിക്കുക, നോ പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. എൻ്റെ ഉള്ളിൽ വാശി വരുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന വാക്കുകൾ അത്രമാത്രം തീവ്രവും അത്രമാത്രം പ്രശ്നവും അത്രമാത്രം സങ്കീർണമായിരിക്കും. അപ്പൊ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ, ഇതൊക്കെയും വളരെ തീക്ഷ്ണമാവും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ദേഷ്യപ്പെടൂല എന്ന് പറയുന്ന ഒരു ശബ്ദം നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാലൊക്കെ പറ്റായികയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യപ്പെടുന്ന ഒരു ഒരു കൂട്ടത്തിലാണ് ഈ നമ്മൾ വീട്ടിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമല്ലോ. പക്ഷേ നമുക്ക് പറ്റും, ട്രൈ ചെയ്താൽ നമുക്ക് പറ്റും. ഞാനൊരു ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടായിരുന്നു. ഒരു 6 മാസം മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്ത് മൂപ്പര് ഏകദേശം എനിക്കൊന്ന് 90 വയസ്സെല്ലാം ആയി. 90 വയസ്സിന്റെ ഇടയിൽ ഇതുവരെയായിട്ടും എന്തായിട്ടില്ല, ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന വാക്ക് മൂപ്പര് ആർട്ടിക്കിൾ എഴുതി.
ഇത്ര കാലമായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവൂല. ഏറ്റവും കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നത് ആരോടാണ്? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടാണ്. ശരിയാണ്. അമ്മനോട് ദേഷ്യപ്പെടും, അച്ഛനോട് ദേഷ്യപ്പെടും, പിന്നെ അതുപോലെ തന്നെ ഭാര്യയോട് ദേഷ്യപ്പെടും എന്നൊക്കെയുള്ളത്. ഞാനത് വായിച്ച് ആകെ ഷോക്കായി പോയി. അങ്ങനെയൊക്കെ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ദേഷ്യപ്പെടൂല എന്നുള്ളത്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ എന്തോരം ഹാപ്പിനെസ് ആണ്, എന്ത് രസമാണ്. കാരണം എന്താ? ഞാൻ ദേഷ്യപ്പെടൂല. നീ എന്തും പറഞ്ഞോ, നീ എന്തും ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് എന്തും ചെയ്തോ, ഞാൻ ദേഷ്യപ്പെടൂല. തീർന്നില്ലേ? അപ്പൊ അതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുക? ഒരു ഒരു വലിയൊരു മല മഞ്ഞുരായിട്ട് ഉരുകും. അപ്പൊ ദേഷ്യപ്പെടൂല എന്ന് പറയുന്ന ഒരു 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 കടുത്ത തീരുമാനം നമ്മൾ എടുക്കുക. അത് ഇന്ന് പ്രായോഗികമാക്കാം, നാളെ പിന്നെയും പ്രായോഗികമാക്കാം, മറ്റന്നാള് പ്രായോഗികമാക്കാം. അങ്ങനെ വന്നിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, ദേഷ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോ പച്ചവെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി നിങ്ങൾ. പിന്നെ ഇല്ലില്ല, എന്തുണ്ടെങ്കിലും ദേഷ്യപ്പെടൂല എന്ന് തീരുമാനിച്ചാൽ, ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ദേഷ്യപ്പെടൂല എന്ന് നമ്മൾ മാനസികപരമായി തീരുമാനിച്ചാൽ, പിന്നെ എന്ത് BP-യോ കൊളസ്ട്രോളോ എന്തുണ്ടെങ്കിലും ദേഷ്യപ്പെടൂല. നാം മാനസികപരമായി തീരുമാനിച്ചാൽ മതി. ദേഷ്യപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളത്തിൽ മുഖം കഴുകുക. ഞങ്ങളെ ദേഷ്യം സാറ് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുക. യെസ് അതെ 10 9 8 7 6 5 4 3 2 1 നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിരിച്ചെണ്ണ നമ്മള്. പിന്നെ ഇങ്ങനെ ബാക്കിലോട്ടേക്ക് എണ്ണാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ കയ്യിൽ ഇങ്ങനെ പിന്നെ എന്താക്കാന്ന് വെച്ചാൽ എന്താക്കാം, വെള്ളമാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോ പെട്ടെന്ന് തന്നെ ഒരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കുക. പച്ചമുളക് അടിക്കേണ്ട, അത് കുറച്ചും കൂടി നമ്മളോട് സെൽഫായിട്ട് നമുക്ക് എന്താവെന്ന് വെച്ചാല് ഇത് തോന്നും. നമ്മളെ തന്നെ നമ്മുടെ പെയിന് കൊടുക്കും. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ എന്താക്കാണ്, നമ്മളോടുള്ള സെൽഫ് റെസ്പെക്ട് കുറയും. അപ്പോ സാധാരണ ചെയ്യല്ലേ, ദേഷ്യം സഹിക്കാൻ വയ്യാതെ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്താവെന്ന് വെച്ചാൽ ആൾക്കാർ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകും. അതേ സംഭവിക്കുന്നത് ഇങ്ങനത്തെയൊക്കെയാണ്. നമ്മൾ സെൽഫായിട്ട് കുത്തി നോവിക്കാൻ നോക്കുന്നത്. അതിൽ പെട്ടൊരു സാധനമാണ് ഈ പച്ചമുളക് തിന്നാന്നൊക്കെ പറയുന്നുള്ളത്. അത് അത്ര ക്രൂരമായതിലേക്കൊന്നും പോകണ്ട. വെള്ളം കുഴപ്പമില്ലല്ലോ, വെള്ളം ജസ്റ്റ് മുഖത്തേക്ക് ഇതാക്കുക, തിരിച്ച് തിരികിലേക്ക് എണ്ണ, ഇങ്ങനത്തൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എനിവേ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, ദേഷ്യം ത്രട്സ് എന്റെ ഫാമിലിയിലെ, എന്റെ വീടിനകത്തെ എന്റെ സന്തോഷങ്ങൾക്ക് ഏറ്റവും വിഘാതമേൽപ്പിക്കുന്ന ഒരു പ്രകടനമാണ് എന്റെ ദേഷ്യം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി കുടുംബത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, വീട് എന്ന വിഷയം പറഞ്ഞ് തീരൂല കേട്ടോ, നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ ആവാറായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വീട്ടിനകത്തെ സംസാരം എന്നുള്ളത്. വീടിനകത്ത് സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും മുതലാക്കണം. അത് ഭാര്യയും മുതലാക്കണം, ഭർത്താവ് മുതലാക്കണം. നമ്മള് കുറച്ച് ഇമോഷൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരാള് കിനസ്തെറ്റിക് ആവാം, അതുപോലെ തന്നെ ടച്ചിങ്സ് ആവാം, അല്ലെങ്കിൽ പിന്നെ പിന്നെ പറയുന്നുള്ള വേറൊരു കാര്യമാണ്, ചില ആൾക്കാർക്ക് ഈ ഗിഫ്റ്റ് കൊടുത്താൽ ആണ് ഏറ്റവും കൂടുതൽ സന്തോഷമാവുക. ചില ആൾക്കാർക്ക് തൊട്ടാലാണ് സന്തോഷം. എന്റെ തൊട്ടാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം. ഒരു 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 ലേഡി കിനസ്തെറ്റിക് ആണെങ്കിൽ, കിനസ്തെറ്റിക് ആയ ഒരു ലേഡിക്ക് ഒരു സന്തോഷം വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറയാണ് കേട്ടോ. ഭാര്യയെ സംബന്ധിച്ച്, എന്റെ ഭാര്യ കിനസ്തെറ്റിക് ഇമോഷൻസ് ഉള്ള ആളാണെങ്കിൽ, അവൾക്ക് എന്ത് ഹാപ്പി ആയിട്ടുള്ള സാധനം വരുമ്പോഴും ഞാൻ എന്താക്കിയാൽ മതി, ഒരു പദാർത്ഥം കൊണ്ടുപോയി കൊടുത്താൽ മതി. ഉദാഹരണത്തിന് ഒരു ഡയറി മിൽക്ക്, അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഗോൾഡ്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം കൊടുത്താലായിരിക്കും അവൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവാം, കിനസ്തെറ്റിക് ആണെങ്കിൽ. അതേ സ്ഥാനത്ത് ഒരു ടച്ചിങ്സ് ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ഇതൊക്കെ കൊടുത്താൽ തൃപ്തി ആവില്ല. വേറെ എന്തെണ്ടി വരും? ചിലപ്പോൾ ഹഗ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കിസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തലോടേണ്ടി വരും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഇരുന്ന് തോളത്ത് കയറ്റി സംസാരിക്കേണ്ടി വരും. ഇതായിരിക്കും ഒരു പക്ഷേ ഹാപ്പിനെസ് നൽകുന്ന കാര്യം. ഇത് നേരെ തിരിച്ചും ഉണ്ടാവും, ഭർത്താവിനും ഉണ്ടാവും, മക്കൾക്കും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ഭാര്യ എന്റെ ഭർത്താവ് ഇതിൽ ഏതാണെന്നുള്ളതൊന്നും നോക്കാം നമ്മള്. ഇനി ചോദിച്ചാൽ മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് ചോദിച്ച് ചെയ്യേണ്ടുന്നതല്ല, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാധനമാണിത്.
ഇതുവരെയുള്ള ലൈഫിൽ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് ശ്രമിക്കുമ്പോൾ എന്റെ ഭാര്യ കിനസ്തെറ്റിക് ആണോ ടച്ചിങ്സ് ആണോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് കിനസ്തെറ്റിക് ആണോ ടച്ചിങ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ അതിലിടപെടുക. ഒരു ചെറിയൊരു ഹാപ്പിനെസ്. ഉദാഹരണത്തിന് 2025 വരെയാണ്. അപ്പോ എല്ലാരും കൂടി നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ ഈ 2025 ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കും. എല്ലാ ദിവസവും വീട്ടിലുള്ളവർ ഒരുമിച്ച് കഴിക്കും. ആരൊക്കെ? അമ്മ. അതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും രാത്രി ഭക്ഷണം നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാം. പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുക, പുതിയ ബഡ്ജറ്റിംഗ് ഉണ്ടാവുക, പുതിയൊരു മനുഷ്യനായിട്ട് രൂപപ്പെടുക. പിന്നെ അപ്പൊ നമ്മൾ എന്താവെന്ന് വെച്ചാൽ കുറെ ഹാപ്പിനെസ്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ലൈഫിൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുമ്പോ കുറച്ച് കൂടും. എന്താണെന്ന് വെച്ചാല് മക്കൾക്ക് മുമ്പിൽ വെച്ചിട്ടേ നമ്മൾ ചോറ് ഇങ്ങനെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വാരിട്ട് കൊടുക്കണമെന്നാ. അപ്പൊ മക്കൾക്ക് മുമ്പിൽ മക്കൾ ഈ എക്സൈറ്റ്മെന്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഈ മക്കൾ പറയണം, പാപ്പയും ഉമ്മയും ലവ് ആണോ എന്ന് ചോദിക്കില്ലേ? മക്കൾക്ക് ലവ് എന്ന് പറയുമ്പോൾ കേൾക്കണം. ഐ ലവ് യു എന്ന് പറയുമ്പോൾ മക്കൾക്ക് തോന്നേണ്ടെന്നാണ്, അതെന്റെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വേർഡാണ് ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടാണ് എന്ന് പറയും. രണ്ടാൾ ഇഷ്ടാണല്ലോ എന്ന് മക്കൾ പറയുന്ന സമയത്ത് അതെന്റെ ഉപ്പയും ഉമ്മയും ഇഷ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടാണ്. നിനക്ക് ലവ് ഉണ്ടോ കുഞ്ഞി എന്ന് ചോദിക്കും. ഉണ്ട്. ആര്? എന്റെ ബാപ്പയാണ് എന്റെ ലവർ. അപ്പോ ഓട്ടോമാറ്റിക്കലി എന്താവെന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഈ ഒരു ഇമോഷൻസ് കൾച്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. വീട് എന്ന പ്രമേയം, വീട് എന്ന ആശയം, വീട് എന്ന തത്വം ഒരു സന്തോഷത്തിന്റെ ഉറവിടമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവുന്ന ഈഗോ, ഇമോഷൻസ്, ദേഷ്യം, കളവ് പറയല്, കുറ്റപ്പെടുത്തല്, മക്കളെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്, ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്, നമ്മൾ എന്താണെന്നറിയോ, ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. നമ്മുടെ ക്രെഡിറ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ നെഗറ്റീവാണ് മറ്റാൾ കൊടുക്കുക എന്ന് വെച്ചാൽ, ഭർത്താവ് ഭാര്യയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റണം. ഉദാഹരണം, ഞാൻ എക്സാമ്പിൾ പറയാം. പിന്നെ മോനിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പൊ എന്താ പറയേണ്ടതെന്നറിയോ? അച്ഛൻ ചിലപ്പോ ഒരു പഠിപ്പിസ്റ്റും ആയിരിക്കില്ല, എങ്കിൽ പോലും അമ്മ പറയണം, ഗ്രേറ്റ്, അച്ഛനെ പോലെ മോന് നല്ല പഠിപ്പിസ്റ്റ് ആണല്ലേ, ഉഷാറാണ് കേട്ടാ. അച്ഛൻ എന്താ പറയേണ്ടത്? അച്ഛൻ പറയേണ്ടത് തിരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ, അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് കൊണ്ട് മോന് ജയിച്ചല്ലേ. നോക്കൂ, അച്ഛൻ ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? അമ്മക്കാണ്. അമ്മ ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? അച്ഛനാണ്. അപ്പൊ അവിടെ രൂപപ്പെടുന്ന ഒരു സ്നേഹത്തിന്റെ പൂക്കളുണ്ട്. അത് വർണ്ണനകൾക്കും അതീതമാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബ തത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റാ. എന്ത് രസമായിരിക്കും ഫാമിലിയിൽ. വിട്ടുവീഴ്ച ചെയ്തേ മതിയാവും. കുടുംബമാണോ? വിട്ടുവീഴ്ച വളരെ പ്രധാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക. അവിടെ ചിലപ്പോ നമ്മളെ പിന്നെ ആൾക്കാർ എന്തെല്ലോ പറയും. എന്താണെന്ന് വെച്ചാല്, പിന്നെ എന്താ പറയാ, കുറങ്ങനങ്ങായ പോരടി, പിന്നെ കുറച്ചൊക്കെ വർത്താനം നിനക്കും പറയണം. ആൾക്കാർ അങ്ങനെ പലതും പറയും. ചിലപ്പോ എന്തെന്നാ നീ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകുന്നത്, അങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം എന്താണ്, നീ നിന്റേതായ സ്റ്റാൻഡിൽ കുറച്ച് നിൽക്ക് എന്നൊക്കെ ആൾക്കാർ ഉപദേശിക്കാനുണ്ടാവും. ഉപദേശേ ഉണ്ടാവുള്ളൂ. സ്റ്റാൻഡിലൊക്കെ നിൽക്കണം, അത് അണ്ടർസ്റ്റാൻഡിങ് ആവുക എന്നുള്ളതാണ്. ഇനി ഭർത്താവിനോട് ചില ആൾക്കാർ പറയുന്നുണ്ട്, എന്തൊരു പെങ്കൂസനാണ് നീ, ഭാര്യ പറയുന്ന തന്നെ കേട്ടിട്ട് ഇങ്ങനെ പോവാ എന്നുള്ളത്. അത് പറയട്ടെ, ഡസ് ഇറ്റ് മാറ്റർ. എവിടെ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പോകൂ, ഒരുമിച്ച് യാത്ര ചെയ്യൂ, മക്കളെയും കൂടെ കൂട്ടൂ. വൈകുന്നേരം ആകുമ്പോ ഒന്ന് വെറുതെ കുടുംബത്തിലേക്ക് പോകൂ, കുടുംബത്തെയും കൂടി കൂട്ടിപ്പോകൂ. ചെലവൊന്നുമില്ലല്ലോ. ഈ ചെലവ് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും പേടിയാവുന്നുള്ളത്. നടന്നൊന്ന് ഒരുമിച്ച് രണ്ടുപേരും കൂടി പറ്റുകയാണെങ്കിൽ രാത്രി ഒന്ന് പുറത്തിറങ്ങും, വെറുതെ കുട്ടികളെല്ലാം കൂട്ടിയിട്ട്. എന്ത് രസം ഉണ്ടാവും. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് സാർ, ഇംപ്ലിമെന്റ് ആക്കാനാണ് പണി. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരോ ഒരാൾക്ക് പേഴ്സണൽ മെസ്സേജ് ആക്കുന്നുണ്ട്, ആക്ച്വലി എനിക്കല്ല, ഇത് മൂപ്പർക്കാണ് ഈ സെഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ആദ്യം വിചാരിക്കാം ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. നമ്മൾ വിചാരിക്കുക ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ പതിയെ മാറ്റിക്കൊണ്ടേയിരിക്കാം.
നമ്മളിങ്ങനെ പതിയെ പതിയെ മാറ്റിക്കൊണ്ടേയിരിക്കുക, ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഇക്കാന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ സംസാരിക്കാൻ പോയാല് അപ്പുറത്തെ ആളിട്ടുണ്ടെങ്കിൽ ഒന്നാണ് മാറിക്ക് ഞാൻ എവിടെ നിന്ന് വന്നാന്ന് നോർമൽ. ആ മനുഷ്യന്റെ അവസ്ഥ, അവര് ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും. എല്ലാ മനുഷ്യരും നമ്മളിങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു റീൽസിൽ കാണുന്നതോ അല്ല ഒരു സർ, സൈക്കോളജി. പക്ഷെ ആ വീട്ടിലെ ഏത് കപ്പിൾ, അതായത് അവിടുത്തെ ഉമ്മ ഉപ്പ ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് കാണിക്കും നമ്മളെ മുന്നിൽ തന്നെയാണ്. അതേപോലെ മൂത്തച്ഛൻ, എന്റെ ഹസ്ബൻഡ്, ഇക്കാക്ക, ആകെ ഉള്ളത് സിസ്റ്റർ ഇൻ ലോന്റെ ഹസ്ബൻഡാണ്. അത് കണ്ടിട്ടാണ് എന്റെ ഹസ്ബൻഡ് പഠിച്ചത് അല്ല, പറഞ്ഞു. അപ്പൊ കിട്ടിയ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ചിലപ്പോ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ തൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നീ ആണാവുള്ളൂ എന്നൊക്കെ ഉണ്ടാവുന്ന ഗൈഡൻസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടുണ്ടാവുന്ന ഒരു വിഷയമാണ്. അത് പതിയെ പതിയെ എന്താവെന്ന് വെച്ചാൽ അലിഞ്ഞില്ലാണ്ടായി തീരും. അതിനുള്ള വഴികളുണ്ട്. നമുക്ക് എന്താക്കാന്ന് വെച്ചാല് വിഷയങ്ങൾ സംസാരിക്കാം. ഞാനിത് ഇപ്പോ ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താണ്. 8 മണിയായി. നിങ്ങളോട് എല്ലാവരും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പിന്നെ പറഞ്ഞിരുന്നല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലും പറഞ്ഞിരുന്നല്ലോ. സർപ്രൈസ് എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാണ്. ലിവ് ടു സ്മൈലിന്റെ കലോത്സവത്തിന്റെ പ്രമേയം വീട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കലോത്സവം പ്രഖ്യാപിക്കുന്നു. കലോത്സവം 2025 ജനുവരി എൻഡ് മുതൽ ഫെബ്രുവരിയിൽ വെച്ച് നടക്കും. അപ്പോൾ അതിന്റെ പിന്നെ പ്രമേയം നമ്മൾ എല്ലാ വർഷവും ഓരോ പ്രമേയമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പിന്നെ വർണ്ണന, ഇതുണ്ടല്ലോ, നിറങ്ങൾ എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ പ്രമേയം എന്നുള്ളത് പിന്നെ വീട് എന്നുള്ളതാണ്, ഹോം. അപ്പൊ വീടിനെ കുറിച്ച് നമുക്കിങ്ങനെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയുണ്ട്. വീട്ടിന്റെ ഹാപ്പിനെസ്. ഇപ്പൊ തന്നെ കുറെ ആൾ പറഞ്ഞു, ഒരു ഹൃദയം എടുത്തിട്ട് മറ്റൊരു ഹൃദയം മാറ്റി വെച്ചതുപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വീട് എന്ന് പറഞ്ഞാൽ തീരാത്തത്രയും ആശയങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള, സന്തോഷങ്ങളുള്ള, കളിയാട്ടങ്ങളുള്ള, ഹാപ്പിനെസ് ഉള്ള ഒരു ഇടമാണ് വീട്. അപ്പൊ ഈ വർഷത്തെ കലോത്സവത്തിന്റെ പ്രമേയം വീടാണ്. ഓക്കെ, വീട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഹോം, മൈ ഹോം എന്നുള്ളതാണ് കലോത്സവത്തിന്റെ പ്രമേയം. അതേപോലെ തന്നെ കലോത്സവത്തിന്റെ കമ്മിറ്റിയും കൂടി ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് നാളെ മുതൽ കലോത്സവത്തിന്റെ ആദ്യത്തെ ഇവന്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ കലോത്സവത്തിന് പേരിടലാണ്. ഓക്കെ, കലോത്സവത്തിന് പേരിടും. നിങ്ങൾക്ക് എല്ലാവർക്കും പേരിടാനുള്ള അവസരം ഉണ്ടാവും. എന്നിട്ട് സെലക്ട് ചെയ്യുന്ന പേര് ആരെ പേരാണോ സെലക്ട് ചെയ്തത് അവർക്ക് സമ്മാനം ഉണ്ടാവും. ദെൻ ഒരുപാട് പ്രോഗ്രാമുകൾ, ഏകദേശം 50-ൽ കൂടുതൽ പ്രോഗ്രാമുകൾ നമുക്കുണ്ട്. ആ പ്രോഗ്രാം വ്യത്യസ്തമായ, നിങ്ങളൊക്കെ ഓൾറെഡി ഗ്രൂപ്പ് നമുക്ക് ആക്കണം, 4 ഗ്രൂപ്പ് ആക്കും. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ മുന്നോട്ടേക്ക് വരും. ഏതായാലും ഹോം എന്നുള്ളതാണ്, വീട് എന്നുള്ളതാണ് നമ്മുടെ കലോത്സവത്തിന്റെ പ്രമേയം എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് കലോത്സവത്തിന്റെ കമ്മിറ്റിയെ ഞാൻ ഇവിടുന്ന്, പ്രധാനപ്പെട്ട കമ്മിറ്റിയെ ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റിയെ ഇവിടുന്ന് ഞാൻ പിന്നെ അനൗൺസ് ചെയ്യാണ് കേട്ടോ. കമ്മിറ്റി, നമ്മുടെ ഈ വർഷത്തെ കലോത്സവത്തിന്റെ ചെയർമാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബികോം ഫൈനൽ ഇയർ ബാച്ചിലെ ജിഷാദ് ആണ്. പിന്നെ ചെയർമാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ബികോം ഫൈനൽ ഇയർ ബാച്ചിലെ ജിഷാദ് ജഫർ ആണ് പിന്നെ നമ്മുടെ കലോത്സവത്തിന്റെ ചെയർമാന്. കൺവീനർ ആയിട്ടുള്ളത് നമ്മുടെ BA സൈക്കോളജി ഫൈനൽ ഇയർ ബാച്ചിലെ റസീനയാണ് പിന്നെ കൺവീനർ. റസീന നമ്മുടെ കലോത്സവത്തിന്റെ കൺവീനർ ആണ്. ഫൈനാൻസ് ഏരിയാസിൽ വരുന്നുള്ള 3 ആൾക്കാരാണ് പ്രധാനമായിട്ടും. പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 4 പേരുണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഒന്ന് നമ്മുടെ ബികോം ബാച്ചിലെ ഷംന, അതുപോലെ തന്നെ BA സോഷ്യോളജി ബാച്ചിലെ സുമയ്യ, ദെൻ നമ്മുടെ സിയാദ് കോർഡിനേറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൈസലും അതുപോലെ തന്നെ കോർഡിനേറ്റർ ആണ്. ഇവരാണ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മുടെ മൊമെന്റോസ് എന്ന് വെച്ചാൽ ഇതിന്റെ ഓവറോൾ ആയിട്ടുണ്ടാവുന്ന മൊമെന്റോസ് ടീമിൽ വന്നിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മളുടെ റാഷിദ് ചെട്ടിപ്പടി ഉണ്ട്. അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് ബാച്ചിലെ ജബ്ബാർ ഉണ്ട്, ഫൈനാൻസ് ആയിട്ട് ജബ്ബാർ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നുള്ളത്, ഒറ്റ സെക്കൻഡേ ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ, ഇനി പേര് മാറിപ്പോകാൻ പാടില്ലല്ലോ. ഒന്നും കൂടി ഞാൻ അനൗൺസ് ചെയ്യാം. ഓക്കെ, കമ്മിറ്റി ചെയർമാൻ ജിഷാദ്, വൈസ് ചെയർമാനായിട്ട് മുസദ്ദിഖ്. ഓക്കെ, മുസദ്ദിഖ് വൈസ് ചെയർമാൻ ആണ്. ജനറൽ കൺവീനർ റസീന, ജോയിന്റ് കൺവീനർ ആയിട്ട് ആയിഷ MS. ഇതാണ് പിന്നെ ടീം. ഫൈനാൻസ് ടീമിനകത്തേക്ക് വന്നിട്ടുള്ളത് BA ഇംഗ്ലീഷിലെ ജബ്ബാർ, ദെൻ BA സോഷ്യോളജി സെക്കൻഡ് ഇയറിലെ മുബാറക്ക്,
ദെൻ BA സൈക്കോളജി ഫൈനൽ ഇയറിലെ റാഷിദ് ചെട്ടിപ്പടി. ദെൻ പ്രോഗ്രാം കോർഡിനേഷൻ ഓവറോൾ കോർഡിനേഷൻ ടീമായിട്ട് ഫൈസൽ പട്ടാമ്പി, സിയാദ് മയ്യില്, ഷംന കോട്ടക്കല്, ദെൻ സുമയ്യ സോഷ്യോളജി. ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ കമ്മിറ്റി വന്നിട്ടുള്ളത്. ഏതായാലും കമ്മിറ്റിയുടെ വൈകാതെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വരും. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഏതായാലും വീട് എന്ന മനോഹരമായ പ്രമേയത്തെ ആസ്പദമാക്കിയിട്ട് ഈ വർഷത്തെ കലോത്സവം ഗംഭീരമാക്കി നമുക്ക് കൊണ്ടുപോകാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഹാപ്പി ഹോം. താങ്ക് യു സർ. Thank you, Thank you, sir. sir. Thank you, Thank you sir. so much. നല്ല ക്ലാസ് ആയിരുന്നു. Thank you, sir. ഇത് നമ്മുടെ Thank you, sir. ലിറ്റിൽ സ്മൈലിന്റെ 222ാമത്തെ എപ്പിസോഡിലെ ഹോം എന്ന വിഷയമായിട്ട് ഇർഫ സർ ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാരും എൻജോയ് ചെയ്തോ സെഷൻ? അടിപൊളി. സൂപ്പർ ക്ലാസ് ആയിരുന്നു. Yes. നാളെ മുതൽ നമ്മുടെ വീട് ഇങ്ങനെ ആയിരിക്കും അല്ലെ? ഇന്നു മുതൽ ഇന്ന് മുതൽ. ഓക്കെ ഇതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ വീട് അല്ലെ? നാളെ ആക്കുന്നു ഇന്നേനാക്കാം. ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു ആൾ.